ഇറാൻ വിപ്ലവത്തിന് ശേഷം രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റത്തിലൂടെയാണ് ഇപ്പോൾ തെഹ്റാൻ കടന്നു പോകുന്നതെന്ന റിപ്പോർട്ടുകൾ. പരമോന്നത നേതാവിന്റെ തീരുമാനങ്ങൾ പോലും IRGC ജനറൽമാരുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് വിവിധ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് US-ഉമായുള്ള ചർച്ചകൾ വൈകാൻ കാരണമാകുന്നതായി US മാധ്യമങ്ങളും പറയുന്നു. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം ഇറാൻ തള്ളുന്നതും തുടരുകയാണ്. 4 പതിറ്റാണ്ടിലേറെയായി പരമോന്നത നേതാവിന്റെ അവസാന വാക്കിന് കീഴിലായിരുന്നു ഇറാൻ ഭരണകൂടം. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതോടെ സ്ഥിതി മാറി. യുദ്ധത്തിന്റെ 2 മാസങ്ങൾക്കിപ്പുറം പൂർണ്ണമായും സൈനിക ജനറലുകളുടെ നിയന്ത്രണത്തിലാണ് ഇറാനിലെ സുപ്രധാന തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. അലി ഖാംനെയുടെ മകൻ മുജ്തബ ഖാംനെയി അധികാരമേറ്റിരുന്നു. പഴയ കാലത്തെ പോലെ എല്ലാ തീരുമാനങ്ങളും അവസാനമെടുക്കുന്നത് പരമോന്നത നേതാവ് തന്നെയാണ്. പക്ഷേ ആ തീരുമാനമെടുക്കുന്നത് ജനറൽമാരുടെ നിർദ്ദേശം അനുസരിച്ചാണെന്നതാണ് പ്രധാനപ്പെട്ട മാറ്റം. യുദ്ധത്തിൽ പരിക്കേറ്റ മുജ്തബ ഖാംനെയി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാതെ IRGC ഉദ്യോഗസ്ഥർ വഴിയാണ് ആശയവിനിമയം നടത്തുന്നത്. സൈന്യമെടുക്കുന്ന തീരുമാനങ്ങൾക്ക് മതപരമായ അംഗീകാരം നൽകുക എന്ന പദവിയിലേക്ക് പരമോന്നത നേതാവിന്റെ അധികാരം യുദ്ധ സാഹചര്യത്തിൽ മാറിയെന്നാണ് ഇറാനിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റോയിട്ടേഴ്സ് ഉൾപ്പെടെ പാശ്ചാത്യ മാധ്യമ റിപ്പോർട്ടുകൾ. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വൈകുന്നതിനും പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണെന്നും നിരീക്ഷകർ കരുതുന്നു. പണ്ട് ഒരു കേന്ദ്രത്തിൽ നിന്നും തീരുമാനങ്ങൾ വന്നിരുന്നുവെങ്കിൽ ഇന്ന് വിവിധ സുരക്ഷാ ഏജൻസികളുടെയും സൈനിക നേതാക്കളുടെയും അംഗീകാരം ആവശ്യമാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചി നയതന്ത്രമുഖമായി നിൽക്കുമ്പോഴും അണിയറയിൽ ചർച്ചകളുടെ ഗതി നിയന്ത്രിക്കുന്നത് IRGC കമാൻഡർ അഹമ്മദ് വാഹിദിയെപ്പോലുള്ള സൈനിക മേധാവികളാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഹോർമുസ് കടലിടുക്കിലെ ആധിപത്യവും ആണവ നയങ്ങളും ഒരു പ്രതിരോധ കവചമായി ഉപയോഗിച്ച് അമേരിക്കൻ ഉപരോധങ്ങളെ നേരിടാനാണ് സൈന്യം ലക്ഷ്യമിടുന്നത്. US നീക്കങ്ങൾ യുദ്ധം അവസാനിച്ചാലും തുടരാനിടയുള്ളതിനാൽ ഈ യുദ്ധം ഇറാന്റെ ഭരണതലത്തിൽ കൂടുതൽ ശക്തമായ സൈനിക സുരക്ഷാ സാന്നിധ്യമായി തുടരുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനിലെ വിവിധ ഉദ്യോഗസ്ഥർ പക്ഷേ പരസ്യമായി ഈ റിപ്പോർട്ടുകൾ തള്ളുന്നുണ്ട്. ഫലത്തിൽ യുദ്ധം ഇറാനെ US-നെതിരെ കൂടുതൽ ശക്തമായ നിലപാടിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.